സിനിമയിൽ സംസാരിക്കുന്ന രാഷ്ട്രീയവും അതിൻ്റെ പ്ലോട്ടും നോക്കുന്ന ആളാണ് ടെക്നിക്കൽ സൈഡിനെക്കാളും. അത് തീരുമാനിക്കേണ്ടത് ഓരോരുത്തരാണ്. ചിലർക്ക് ചില സിനിമ ഇഷ്ടപ്പെടില്ല, ചിലർക്ക് ഇഷ്ടപ്പെടാം. സിനിമ നിർമ്മിച്ച ആൾക്ക് അല്ലെങ്കിൽ സംവിധായകൻ ആ സിനിമ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നല്ലൊരു സിനിമയായിരിക്കും. അതിനകത്ത് ഉപയോഗിക്കുന്ന ഓരോ ഘടകങ്ങൾ വളരെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് എന്തിനാണ് ഈ ഫെസ്റ്റിവൽ? നമുക്കിവിടെ തിയേറ്ററുകളും സിനിമകൾ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊരു കൾച്ചറൽ ഇൻറ്ററാക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഫെസ്റ്റിവൽസ്. അല്ലാന്നുണ്ടെങ്കിൽ അവരെ എൻ്റർടൈൻ ചെയ്യിക്കുന്നില്ലെങ്കിൽ മോശമാണ്. ഓരോരുത്തരെയും ഓരോ ഡയറക്ടർ ഇതാണ് എൻ്റെ സിനിമ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ബുക്കാണെങ്കിൽ എഴുതിയ ആൾ എൻ്റെ പുസ്തകത്തിൽ ഞാൻ ഇതാണ് ഉദ്ദേശിച്ചതെന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. എങ്ങനെയുണ്ട് 30th IFFK ഒക്കെ എങ്ങനെയുണ്ട്? വളരെ ഉഷാറാണ്, സന്തോഷം, അടിപൊളിയാണ്. ഇപ്പം ചില സിനിമയൊക്കെ കണ്ടിട്ട് ആൾക്കാർ പറയാറുണ്ട് ഞാൻ കണ്ട സിനിമ മോശമായിരുന്നു അല്ലെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ. സാറിൻ്റെ കാഴ്ചപ്പാടിലൊരു മോശം സിനിമ എന്ന് പറയുമ്പോൾ എന്തിനെയൊക്കെ അടിസ്ഥാനമാക്കിയായിരിക്കും ആ സിനിമയെ മോശം എന്ന് പറയുന്നത്? പൊതുവെ ഈ വർഷത്തെ സെലക്ഷൻ വളരെ മോശം എന്ന് പറയാനുള്ള സിനിമകളൊന്നുമില്ല. മോശം സിനിമ എന്ന് പറയുന്നത് ചിലപ്പോൾ ഓരോരുത്തർ ടേസ്റ്റല്ലേ. അപ്പോൾ ചിലർക്ക് ചിലത് ഇഷ്ടപ്പെടും, ചിലത് ഇഷ്ടപ്പെടാതിരിക്കും. അത് ഓരോരുത്തരെയും ഒരു കാഴ്ചപ്പാടിനനുസരിച്ച്. അപ്പോൾ സാർ കണ്ട സിനിമകളെല്ലാം സാറിന് ഇഷ്ടമായിട്ടുണ്ടെന്നിരിക്കില്ലല്ലോ? ഭൂരിഭാഗം സിനിമകൾ ഇഷ്ടമായിട്ടുണ്ട്. നമ്മൾ നോർമൽ ഒരു പ്രേക്ഷകനാണെന്നുണ്ടെങ്കിൽ നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നതാണെങ്കിൽ നല്ലതാണെന്ന് പറയും. അല്ലാന്നുണ്ടെങ്കിൽ അവരെ എൻ്റർടൈൻ ചെയ്യിക്കുന്നില്ലെങ്കിൽ മോശമാണ്. ഓരോരുത്തരെയും ഓരോ വ്യൂ ഇല്ലേ, അതുപോലെ ഇരിക്കും. ഇപ്പോൾ നമ്മൾ ചില സിനിമകൾ നല്ല എക്സ്പെക്റ്റേഷനോടെ ആയിരിക്കുമല്ലോ പോകുന്നത്. ആ എക്സ്പെക്റ്റേഷൻ ഇല്ലാതാകുമ്പോൾ മോശമെന്ന് പറയാൻ പറ്റുമോ? അല്ല, നമ്മൾക്ക് എല്ലാവർക്കും ഓരോ അഭിരുചികളുണ്ടാവുമല്ലോ കാണുമ്പോൾ. അപ്പോൾ അതിനോട് മാച്ച് ചെയ്ത് പോകാന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നിരൂപകന്മാരായിരിക്കണം. അപ്പോൾ ആ ലെവലിൽ ഓരോ സാധനങ്ങളും ആസ്പെക്ട്സും മറ്റു സാധനങ്ങളൊക്കെ നോക്കിയിട്ട് വിലയിരുത്തുമ്പോഴായിരിക്കും അത് വരികയെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇന്ന് വന്നതേ ഉള്ളൂ. എനിക്ക് ഫുള്ള് റിസർവ്ഡ് ആയിപ്പോയോണ്ടൊന്നും കാണാൻ പറ്റിയില്ല. ചേട്ടാ അല്ലെങ്കിൽ മൂവീസൊക്കെ കാണുന്ന ഒരാളാണല്ലോ. ചേട്ടാ ഇപ്പോൾ ചില സിനിമകളൊക്കെ ആൾക്കാർ കണ്ടിട്ട് മോശം സിനിമയാണ്, എനിക്ക് ഇഷ്ടമായില്ല എന്നൊക്കെ അഭിപ്രായം പറയുന്നത് കേട്ടിട്ടുണ്ട്. ചേട്ടൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എന്താണ് ഒരു മോശം സിനിമ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാരണങ്ങളുണ്ടായിരിക്കും? ആർട്ട് എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും പെർസ്പെക്റ്റീവ് ആണല്ലോ. ഇപ്പോൾ ഡയറക്ടർ ഇതാണ് എൻ്റെ സിനിമ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ബുക്കാണെങ്കിൽ എഴുതിയ ആൾ എൻ്റെ പുസ്തകത്തിൽ ഞാൻ ഇതാണ് ഉദ്ദേശിച്ചതെന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. വായിക്കുന്നവൻ്റെ സോഷ്യൽ സിറ്റുവേഷൻസ്, പേഴ്സണൽ കാര്യങ്ങൾ, ഇതെല്ലാം കൂടി കൂടിച്ചേർന്നുണ്ടാകുന്ന ഒരു പുതിയ അനുഭവമാണ് ഓരോ വായനയും ഓരോ സിനിമയും. ഓരോ സിനിമയും ഓരോ പ്രേക്ഷകനും ഓരോന്നായിരിക്കും. ഒരാളുടെ ശരി മറ്റൊരാളുടെ തെറ്റാണ് എന്ന് പറയുന്നത് പോലെ. അതാണ് എൻ്റെ അഭിപ്രായം. സാർ, ഇപ്പം ചിലർ സിനിമയൊക്കെ കണ്ടതിന് ശേഷം സിനിമ മോശമാണ് എന്നൊക്കെ ഉള്ള അഭിപ്രായം പറയാറുണ്ട്. അത് നമ്മുടെ കാണുന്ന ആളുടെ ഇതനുസരിച്ചാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ തന്നെ ഞാൻ ഇവിടെ കയറിയപ്പോൾ ഞാൻ കണ്ട സിനിമയാണ്, അറിയാതെ വന്നു പോയതാണ്. പേര് ഓർമ്മിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഫസ്റ്റ് ഷോട്ട് കണ്ടപ്പോൾ തന്നെ കണ്ട സിനിമ ജാപ്പനീസ് അതാണ് ഞാൻ ഇറങ്ങിയത്. പിന്നെ അതുപോലെ തന്നെ ടാഗോറിൽ ഇന്നിപ്പോൾ രാവിലെ കണ്ട സിനിമ എന്നെ സംബന്ധിച്ച് അത് ഫെസ്റ്റിവലിൽ കാണാൻ വേണ്ടി ഒന്നുമില്ല, ഓർഡിനറി, മനസ്സിലായില്ല. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ മനസ്സിലാവും ഇത് എവിടെ പോകുന്നത്. അത് പക്ഷേ യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ച് അത് അവർ ഇത് കണ്ടുവരുന്നതല്ലേ, ഹ്യൂമൻ ഇമോഷൻസും. നമ്മൾ എന്തെങ്കിലും പുതിയത് ഉണ്ടെങ്കിൽ കാണാം, അത് നല്ലത് കിട്ടും. ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് വന്നതാണ്. സാറിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു സിനിമ മോശം എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും? അതായത് ഈ ഫെസ്റ്റിവൽ തന്നെ എന്താണെന്ന് ആദ്യം ഡിഫൈൻ ചെയ്യേണ്ടി വരും. എന്തിനാണ് ഈ ഫെസ്റ്റിവൽ? നമുക്കിവിടെ തിയേറ്ററുകളും സിനിമകൾ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊരു കൾച്ചറൽ ഇൻറ്ററാക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഫെസ്റ്റിവൽസ്. അപ്പോൾ സിനിമയിലൂടെയാണ് അത് വരേണ്ടത്. അപ്പോൾ അങ്ങനെ അറ്റംപ്റ്റ് ചെയ്ത സിനിമകൾ കാണുമ്പോൾ മാത്രമേ വർത്താവൂ. മനസ്സിലായി? ഇപ്പോൾ തന്നെ കഥ എഴുതുമ്പോൾ സാഹിത്യത്തിൻ്റെ കഥകൾ കണ്ടിട്ടില്ലേ? എത്ര റേഞ്ചിലുള്ള കഥാകാരുണ്ട്. ഒ വി വിജയൻ, MT വാസുദേവൻ, അതെന്തുകൊണ്ട് പല റേഞ്ചിൽ നീക്കുന്ന മനസ്സിലായി. അതുപോലെ തന്നെയാണ് സിനിമ. നമുക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കാൻ നോക്കുള്ളൂ, അല്ലെങ്കിൽ കാണാനൊക്കത്തില്ല, ഇരിക്കാൻ നോക്കില്ല. അതിനുവേണ്ടി വേസ്റ്റില്ലേ? നമ്മെ പിടിച്ചിരുത്തുന്ന എന്തെങ്കിലും ഉണ്ടായിരിക്കണം. പിന്നെ സംശയമില്ലാത്ത കാര്യമില്ല. അല്ലാതെ വെറുതെ ഉറങ്ങാൻ വേണ്ടി വരുന്നതല്ലല്ലോ. IFFK കൊള്ളാം, പക്ഷേ ഒരു ഇന്ത്യൻ സിനിമകളിൽ അത്ര വലിയ പ്രതീക്ഷകളൊന്നുമില്ല. അത്തരത്തിലുള്ള നിലവാരം നമ്മുടെ ലോക സിനിമ. ഇപ്പം ഞാൻ ഗോവയിൽ പോകുന്ന ഒരാളാണ്. അപ്പം ഞാൻ അവിടെയും ഇന്ത്യൻ സിനിമയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇവിടെ കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഒരു പ്രതീക്ഷയുണ്ട്. എന്നാലും നമ്മൾ സിനിമ കാണുമ്പം ഇപ്പം പല ചെറിയ രാജ്യങ്ങളിൽ വരുന്ന സിനിമകളുണ്ട്, വളരെ മെച്ചപ്പെട്ടതാണ്. നമ്മളിത്ര വിശാലമായ ഒരു സിനിമാ സംസ്കാരം പാരമ്പര്യമൊക്കെ ഉള്ള ആൾക്കാരാണ്, ഒരുപാട് ടെക്നീഷ്യന്മാരാണ്. ഇതുപോലും എൻ്റെ കണ്ടൻറ് ബേസിലൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയാണ്. ഇപ്പോൾ ടെക്നോളജിയിലൊക്കെ വളരെ എൻഹാൻസ് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നെങ്കിലും അതിൻ്റെ തിമാറ്റിക്കലി വളരെ പൂവറാണ്.
കാര്യങ്ങൾ. സാർ ഇതുപോലെ ഇപ്പോൾ സിനിമ കണ്ടതിന് ശേഷം ഒരുപാട് പേര് മോശം സിനിമയാണെന്ന് ഒരു അഭിപ്രായം പറയുന്നത് കാണാറുണ്ട്. സാറിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എന്താണ് മോശം സിനിമേനെ സാർ കാറ്റഗറൈസ് ചെയ്യുന്നത്? അതിന് ഒരുപാട് അതിൻ്റെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ ഹിസ്റ്ററി, ഇതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം. പിന്നെ ഒരു ഇമേജസ്, സിനിമ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു കഥ പറച്ചിൽ മാത്രമല്ല, ഇമേജസ് അതിനകത്ത് ഉപയോഗിക്കുന്ന ഒരേ ഘടകങ്ങൾ വളരെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് കൃത്യമായിട്ടും വളരെ സൂക്ഷ്മതയോടും കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫിലിം ഡയറക്ടർ ഏറ്റവും പ്രാധാന്യം. ഇവിടെ വളരെ വലിയൊരു പാരമ്പര്യമുണ്ട്, നമുക്ക് നല്ല സിനിമകൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ള ഒരു വലിയൊരു സമൂഹം ഇവിടെ ഉണ്ട്. പൊതുവായിട്ടുള്ള കാര്യം പറയാം. അപ്പോൾ അവർ ആ സസൂക്ഷ്മ സിനിമ വീക്ഷിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എപ്പോഴും അതിൻ്റെ ഒരു പ്രതീക്ഷയുണ്ട് നമുക്കെപ്പോഴും. എങ്കിലും മോശമല്ല, ഇന്ത്യൻ സിനിമകളിലെ പാരലൽ സിനിമ, ഈ അമച്വർ സിനിമകളിലൊക്കെ നമുക്ക് നല്ല നല്ല പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോഴും. ഞാനിവിടെ മീഡിയ സെല്ലിൽ വർക്ക് ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ ഒരു റിപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നതാണ്. എങ്ങനെയുണ്ട്? പഴയൊരു ഓളമൊക്കെ ഉണ്ടോ FFKയുടെ? അതേ ഉണ്ട്. ഏറ്റവും അധികം ആ ഓളം അറിയാൻ പറ്റുന്നത് വൈകുന്നേരങ്ങളിലാണ്, സായാഹ്നങ്ങളാണ് IFFK ഏറ്റവും നല്ല രീതിയിൽ അറിയാൻ പറ്റുന്നത്. സിനിമയൊക്കെ കാണുന്ന വ്യക്തി തന്നെയാണോ? സിനിമ കാണുന്ന വ്യക്തിയാണ്, പക്ഷേ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഓക്കെ. ഇപ്പം ചില സിനിമകളൊക്കെ ആൾക്കാർ കണ്ടതിന് ശേഷം മോശം സിനിമയാണ്, ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളവർക്ക് ഒരു ഒപ്പീനിയൻ പറയാറുണ്ടല്ലോ. തൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എന്താണ് ഈ മോശം സിനിമ എന്ന് പറയുമ്പോൾ? പെർസ്പെക്റ്റീവാണ്. അവരവർക്ക് പലർക്കും പല രീതിയിലായിരിക്കും ഓരോ ഫിലിമിന് തോന്നുന്നത്. അപ്പം അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വെച്ചാൽ സിനിമ മോശമാണെന്ന് പറയാൻ പറ്റത്തില്ല. ആ സിനിമ നിർമ്മിച്ച ആൾക്ക് അല്ലെങ്കിൽ സംവിധായകനും ആ സിനിമ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നല്ലൊരു സിനിമയായിരിക്കും. അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല. തൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എന്തായിരിക്കും ഒരു മോശം സിനിമ എന്ന് പറയുമ്പം എന്തൊക്കെ ഘടകങ്ങൾ വരുന്നത് കൊണ്ടായിരിക്കും മോശം സിനിമ എന്ന് പറയാം? അങ്ങനെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പറയാനൊന്നും പറ്റത്തില്ല. കാരണം ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ആയിരിക്കത്തില്ലല്ലോ വേറൊരാൾക്ക്. എൻ്റെ ഫസ്റ്റ് ഡേ ആണ്. ഞാൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻ്റാണ്. ഞാൻ ഈ വട്ടം വരുന്നേ ഉള്ളൂ. ലൈക്ക് എൻ്റെ ഫസ്റ്റ് ഡേ ആണ്. ഞാൻ വന്ന മൂവി മിസ്സാവുകയും ചെയ്തു. ഇനി റിസർവ് ചെയ്തേക്കുന്ന മൂവി 5:30 സോ ഓക്കെ. മൂവീസൊക്കെ അല്ലെങ്കിലും കാണുന്ന ഒരു വ്യക്തിയാണല്ലോ? ഏറെക്കുറെ. ഓക്കെ. അപ്പോൾ ചില സിനിമകളൊക്കെ ആൾക്കാർ കണ്ടതിന് ശേഷം മോശം സിനിമയാണ്, ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ ഒരു കമൻറ്റ് പറയാറുണ്ടല്ലോ. തൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എന്താണ് ഈ മോശം സിനിമ എന്ന് പറയുമ്പം കാറ്റഗറൈസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഞാൻ മോശം സിനിമയായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നത്, ഞാൻ പൊതുവേ സിനിമയിൽ സംസാരിക്കുന്ന രാഷ്ട്രീയവും അതിൻ്റെ പ്ലോട്ടും നോക്കുന്ന ആളാണ് ടെക്നിക്കൽ സൈഡിനേക്കാളും. സോ എൻ്റെ ഒരു കാറ്റഗറിയിൽ മോശം സിനിമ എന്ന് ഞാൻ പറയുന്നത് വളരെ എന്താ പറയുന്ന ബയാസ്ഡ് ആയിട്ടും വളരെ എന്താ പറയുന്ന സ്റ്റീരിയോട്ടിപ്പിക്കലായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് പടങ്ങളാണ് ഞാൻ മോശമായിട്ട് കാറ്റഗറൈസ് ചെയ്യാറുള്ളത്. പിന്നെ മറ്റുള്ളവർ പറയുന്നതിൽ ചില സമയത്ത് ടെക്നിക്കൽ സൈഡുകളും മറ്റു കാര്യങ്ങളും പറയാറുണ്ടാവും. സോ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ മോശം സിനിമ എന്ന് പറയുന്നത് ബയാസ്ഡ് ആയിട്ട് എടുത്തു വെച്ചിട്ടുള്ള അങ്ങനത്തെ കുറച്ച് സിനിമാസാണ്. വളരെ സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ വളരെ ലൈക്ക് വളരെ റെക്ലെസ് ആയിട്ട് എടുക്കുന്ന കുറച്ച് പടങ്ങളാണ് ഞാൻ പൊതുവെ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഈ IFFK എങ്ങനെയുണ്ട്? നന്നായിരുന്നു. ഓക്കെയാണ്. ചിലവരൊക്കെ ഈ സിനിമ കണ്ടതിന് ശേഷം മോശം സിനിമയാണ്, ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളൊരു കമൻറ്റൊക്കെ പറയാറുണ്ടല്ലോ. ചേട്ടൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എന്താണ് ഈ മോശം സിനിമ എന്ന് പറയുമ്പോൾ കാറ്റഗറൈസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അത് ഓരോരുത്തർ കാണുന്നതനുസരിച്ചാണ്. ഇപ്പോൾ അത് തീരുമാനിക്കേണ്ടത് ഓരോരുത്തരാണ്. ചിലർക്ക് ചില സിനിമ ഇഷ്ടപ്പെടില്ല, ചിലർക്ക് ഇഷ്ടപ്പെടാം. അപ്പോൾ അതൊരു കോമൺ അങ്ങനെ ഒരു അഭിപ്രായത്തെ ചോദ്യം ചെയ്യുന്നില്ല. അത് ഓരോരുത്തരുടെ ചോയ്സ് ആണെന്നേ പറയാൻ പറ്റും. ചേട്ടൻ്റെ കാഴ്ചപ്പാടിൽ എൻ്റെ കാഴ്ചപ്പാടിൽ ചില സിനിമകൾ എനിക്ക് ഇഷ്ടപ്പെടാറില്ല, ചില സിനിമകൾ ഇഷ്ടപ്പെടാറുണ്ട്. അത് ഞാൻ ആ സിനിമയെ നോക്കി കാണുന്ന രീതി കൊണ്ടാണെന്നാണ് എനിക്ക്. ഒരുപാട് എക്സ്പെക്റ്റേഷനോടെ പോയിട്ട് നമ്മളത് എക്സ്പെക്റ്റേഷൻ ഇല്ലാണ്ടാക്കുന്ന ചില മൂവീസ് ഉണ്ടല്ലോ, അതൊക്കെ ഇതിൻ്റെ ഒരു ഘടകമായിട്ട് പറയാൻ പറ്റുമോ? ആയിരിക്കാം. കാരണം ചിലപ്പോൾ ഒരു സിനിമയെക്കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇതിങ്ങനെ ആയിരിക്കാം അങ്ങനെ ആയിരിക്കാം എന്നൊക്കെയുള്ള ഒരു മുൻവിധിയോടെ ചിലപ്പോൾ അതിന് ഡീൽ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. അതേസമയം ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ പോയി കാണുന്ന ചില പടങ്ങൾ വളരെ നന്നായി തോന്നാറുണ്ട്. അപ്പോൾ ചിലത് പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ എന്താ പറയുക ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം അത്. അങ്ങനെ അല്ലേ? അതെ.